ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 38 1 മുതൽ 30 വരെ. ആ കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ടു ഹീര എന്നു പേരുള്ള ഒരു അതുല്യാമിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ശൂവ എന്നു പേരുള്ള ഒരു കനാന്യൻ്റെ മകളെ കണ്ടു. അവളെ പരിഗ്രഹിച്ചു അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ ഏർ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവന് ഓനാൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവന് ശേല എന്ന് പേരിട്ടു. ഇവനെ പ്രസവിച്ചപ്പോൾ അവൻ കേസീബിൽ ആയിരുന്നു. യഹൂദ തൻ്റെ ആദിജാതനായ ഏറിനെ താമാൻ എന്നു പേരുള്ള ഒരു ഭാര്യയെ എടുത്തു. യഹൂദയുടെ ആദിജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു. അപ്പോൾ യഹൂദ ഓനാനോടെ നിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളോടെ ദേവധർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠൻ്റെ പേർക്ക് സന്ധിത ഉളവാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ആ സന്തതി തൻ്റേതായിരിക്കില്ല എന്ന് ഓനാൻ അറിയുകൊണ്ട് ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്തതിയെ കൊടുക്കാതിരിക്കേണ്ടതിനെ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നതുകൊണ്ട് അവനെയും മരിപ്പിച്ചു. അപ്പോൾ യഹൂദ തൻ്റെ മരുമകളായ താമാരോട്, എൻ്റെ മകൻ ശേല പ്രാപ്തിയാകുവോളും നീ അപ്പൻ്റെ വീട്ടിൽ വിധവയായി പാർക്ക എന്ന് പറഞ്ഞു. ഇവനും സഹോദരന്മാരെ പോലെ മരിച്ചു പോകരുത് എന്നവൻ വിചാരിച്ചു. അങ്ങനെ താമാർ അപ്പൻ്റെ വീട്ടിൽ പോയി പാർത്തു. കുറേ കാലം കഴിഞ്ഞ് ശൂവയുടെ മകൾ യഹൂദയുടെ ഭാര്യ മരിച്ചു. യഹൂദയുടെ ദുഃഖം മാറിയ ശേഷം അവൻ തൻ്റെ സ്നേഹിതൻ അതുല്യമിനായ ഹീരനോടുകൂടെ തൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് പോയി. നിന്റെ അമ്മായിപ്പൻ തൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിനെ തിന്മയ്ക്ക് പോകുന്നു എന്ന് താമാനെ അറിവ് കിട്ടി. ശേലാപ്രാപ്തിയായിട്ടും തന്നെ അവനെ ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വസ്ത്രം മാറ്റിവെച്ചു. ഒരു മൂടുവടം മൂടി പുതച്ച് താമരയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഏനായും പട്ടണത്തിൻ്റെ ഗോപുരത്തിലിരുന്നു. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരിക്കുന്നത് കൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു. അവൻ വഴിയരികെ അവളുടെ അടുക്കിലേക്ക് തിരിഞ്ഞു. തൻ്റെ മരുമകളെന്നെ അറിയാതെ, വരിക, ഞാൻ നിൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ വരുന്നതിനെ നീ എനിക്ക് എന്ത് തരുമെന്ന് അവൾ ചോദിച്ചു. ഞാൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്ക് കൊടുത്തയക്കാമെന്നവൻ പറഞ്ഞു. നീ കൊടുത്തയക്കോളോ, ഒരു പണയം തരുമോ എന്നവൾ ചോദിച്ചു. എന്ത് പണയം തരണമെന്നേ അവൻ ചോദിച്ചതിന്, നിന്റെ മുദ്രമോതിരവും മോതിരച്ചരടും നിന്റെ കയ്യിലെ വടിയുമെന്നേ അവൾ പറഞ്ഞു. ഇവ അവൾ കൊടുത്തു. അവൻ അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. പിന്നെ അവൾ എഴുന്നേറ്റ് പോയി തൻ്റെ മൂടുപടം നീക്കി ദിവസം ധരിച്ചു. സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണയം മടക്കി വാങ്ങേണ്ടതിന് യഹൂദ അതുല്യാമിനായ സ്നേഹിതൻ്റെ കൈവശം ഒരാട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. അവൻ അവളെ കണ്ടില്ലതാനും. അവൻ ആ സ്ഥലത്തെ ആളുകളോട്, ഏനീമിൽ വഴിയരികെ ഒരുക്കുന്ന വേശ്യ എവിടെയെന്ന് ചോദിച്ചതിന്, ഇവിടെ ഒരു വേശ്യമുണ്ടായിരുന്നില്ല എന്നവർ പറഞ്ഞു. അവൻ യഹൂദയുടെ അടുക്കൽ മടങ്ങി വന്നേ, ഞാൻ അവളെ കണ്ടിട്ടില്ല, ഈ സ്ഥലത്തെ ഒരു വേശ്യമുണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ, നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിപ്പാൻ അവൾ ഇതെടുത്തു കൊള്ളട്ടെ. ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ, നീ അവളെ കണ്ടില്ലതാനും എന്ന് പറഞ്ഞു. ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്തു. പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ യഹൂദ അവളെ പുറത്തെ കൊണ്ടുവരീൻ, അവളെ ചുട്ടുകളയണമെന്നേ പറഞ്ഞു. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായപ്പൻ്റെ അടുക്കൽ അയച്ചു. ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാലാകുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നതേ. ഈ മുദ്രമോതിരവും മോതിരച്ചടും വടിയും ആർക്കുള്ളതേ എന്ന് നോക്കി അറിയിക്കണമെന്ന് പറഞ്ഞു. യഹൂദ അവയെ അറിഞ്ഞു. അവൾ എന്നിലും നീതിയുള്ളവൾ, ഞാൻ അവളെ എൻ്റെ മകൻ ശേലാവിനെ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിൽ പിന്നെയും അവളെ പരിഗ്രഹിച്ചതുമില്ല. അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ടപ്പിള്ളകൾ ഉണ്ടായിരുന്നു. അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈപുറത്ത് നീട്ടി. അപ്പോൾ സുധർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്ക് കെട്ടി, ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു. അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. അപ്പോൾ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ ഛിദ്രമുണ്ടാക്കിയത് എന്തെന്നേ അവൾ പറഞ്ഞു. അതുകൊണ്ട് അവനെ പേരേസ് എന്ന് പേരിട്ടു.
അതിൻ്റെ ശേഷം കൈവേൽ ചുമന്ന നൂലുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവനെ സേരഹ് എന്ന് പേരിട്ടു. ദൈവമേ സ്തുതി അങ്ങേക്കുമാവുന്നു. ബാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കുള്ളതാവുന്നു.